ഓട്ടോസ്റ്റാർക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് വരുന്നുണ്ട്, വന്നോ, എത്തിയോ, സ്റ്റോറി ഇടാമോ, വർക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. സോ അങ്ങനെ കാത്തിരിപ്പിന് വിരാമമായിട്ട് ഓട്ടോസ്റ്റാർക്ക് ഈസ് ബ്രിങ്ങിങ് യു ഇന്ത്യാസ് ഫസ്റ്റ് ടീൻ ഇൻസ്റ്റാൾഡ് ജിംനി. എന്തുകൊണ്ടാണ് ഓട്ടോസ്റ്റാർക്കിൻ്റെ പോസ്റ്റുകൾ ജിംനിക്ക് കുറച്ച് ഡിലേ ചെയ്തതെന്ന് വെച്ചാൽ, വണ്ടികൾ കുറച്ചധികം നമുക്ക് വന്നിരുന്നു, ചെറിയ മൈനർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചില കസ്റ്റമേഴ്സ് വണ്ടി എടുക്കുന്നതിന് മുമ്പേ ചില പ്രൊഡക്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പലതും നമ്മൾ വന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് ഇൻസ്റ്റാൾ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് അതൊന്നും പ്രൊമോട്ട് ചെയ്യാത്തത്. അതുകൂടാതെ ചെറിയ മൈനർ വർക്കായിട്ട് പോയിട്ടുണ്ട് ചില വണ്ടികൾ. എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എപ്പോഴും വരുന്നത് പോലെ ഇന്ത്യാസ് ഫസ്റ്റ് ടീൻ ഇൻസ്റ്റാൾ. ഞാൻ പറഞ്ഞ കറക്റ്റാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ജിംനിയിൽ ടീൻ ഇൻസ്റ്റലേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ ടീൻ സപ്ലൈ ചെയ്യുന്നത് ഓട്ടോസ്റ്റാർക്കാണ് എല്ലാ സ്ഥലത്തും. അതുകൊണ്ട് തന്നെ വി ആർ വെരി കോൺഫിഡൻറ്റ് ഓൺ ദിസ് പ്രൊഡക്റ്റ്. സോ ഐ വിൽ ഗിവ് യു എ ബ്രീഫ്. എന്തുകൊണ്ടാണ് നമ്മൾ ടീനിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പല കസ്റ്റമേഴ്സും ടീൻ ചോദിച്ചു വരുന്നതെന്നുള്ളതിന് ഇപ്പോഴും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ this time we are explaining why TEIN is so important. ഈ പുതിയ ജിംനിയിൽ വന്നിട്ടുള്ളത് 3-link റിജിഡ് ആക്സിൽ കോയിൽ സ്പ്രിംഗ് സസ്പെൻഷനും പോൾനട്ട് സ്റ്റിയറിംഗ് മെക്കാനിസമാണ്. അതുകൂടാതെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, നമ്മൾ ഓൾഡ് വെഹിക്കിൾസിലേക്ക് വന്നതുപോലെ സ്റ്റിയറിങ്ങിൻ്റെ എൻഡിൽ ഏറ്റവും ടയറിൻ്റെ ടേണിംഗ് പോയിന്റിൽ വരുന്ന ആക്സിൽ കിങ് പിൻ അല്ല, അവിടെ ഒരു ബോൾ മെക്കാനിസമാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ടീൻ സസ്പെൻഷൻ്റെ ഓവറോൾ നമ്മുടെ ഐറ്റംസ് വരുന്നത്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ടീൻ സസ്പെൻഷൻ്റെ കൂടെ കുറേ വയറിംഗ് ഐറ്റംസ് ഒക്കെ ഉള്ളതെന്നുള്ളത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ്, എന്തുകൊണ്ടാണ് ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ നമ്മൾ റിപ്ലേസ് ചെയ്യുന്നത്? എന്തിനാണ് റിപ്ലേസ് ചെയ്യുന്നത്? കംഫർട്ടിന് വേണ്ടിയിട്ടാണോ, ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെസിഫിക് റീസൺ ഉണ്ടോ? സോ അതിലേക്കാണ് ഞാൻ പോകുന്നത്. ഒരു വാഹനം ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഡാമ്പിംഗ് ഫോഴ്സ് ആ വണ്ടിക്ക് പറ്റുന്ന രീതിയിലായിരിക്കും അവർ ഡിസൈൻ ചെയ്ത് വെക്കുക. സോ നമ്മളൊരു എക്സ്ട്രാ സസ്പെൻഷൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ റിക്വയർമെൻറ്റിലുള്ള ഡാമ്പിംഗ് ഫോഴ്സിലേക്ക് നമ്മളതിനെ മാറ്റുകയാണ് ചെയ്യുക. അതിപ്പോൾ ഓഫ് റോഡ് ആവാം, അല്ലെങ്കിൽ ട്രാക്ക് പർപ്പസ് ആവാം. അപ്പോൾ ഹാർഡായിരിക്കും, ഓഫ് റോഡ് ആകുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും, അങ്ങനെയാണ് വരിക. സോ ഇങ്ങനത്തെ ഒരു മിഡ് റേഞ്ച്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഓഫ് റോഡും പോകണം, അല്ലെങ്കിൽ ഓൺ റോഡ് ഹൈവേയിൽ ക്രൂസും ചെയ്യുന്ന വണ്ടികൾ എങ്ങനെയാണ് നമ്മളിപ്പോൾ ഇത് ഇപ്പോൾ ഇതിൽ ഓഫ് റോഡ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും, അല്ലെങ്കിൽ ട്രാക്കിന് വേണ്ടിയിട്ട് ഇട്ടാൽ എന്ത് പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. സോ നമ്മൾ അപ്പോഴാണ് ടീനിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ വാഹനത്തിൻ്റെ ഡിസൈനിൽ ഇതിനിപ്പോൾ ഇത്രയും റോളിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക, ഈ സസ്പെൻഷൻ ഇത്രയും സോഫ്റ്റാണ്. സോ നമ്മളിപ്പോൾ ഈ സസ്പെൻഷൻ വെച്ചിട്ട് ഹൈവേയിൽ ക്രൂസ് ചെയ്യുമ്പോൾ ഒരു നിയർ ബൈ ഒരു 130-140 കിലോമീറ്ററിൽ കട്ട് ചെയ്ത് ഓവർടേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നോർമലി ഈ വെഹിക്കിളിന് ഒരു റോളിംഗ് ഉണ്ടാവും. അപ്പോൾ ആ റോളിംഗ് നമ്മളിനെ കളയാൻ പറ്റും. എന്തുകൊണ്ടാണ് ടീൻ സസ്പെൻഷൻ ഇത്ര ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ടീൻ അവൈലബിൾ ആണെന്നുള്ള രീതിയിൽ ഇന്ത്യയിൽ പല സ്ഥലത്തു നിന്ന് നമുക്ക് മെസ്സേജ് വരുന്നത് വെച്ചാൽ 3 റീസൺസ് ആണുള്ളത്. ഒന്ന്, ടീനിൽ നമുക്ക് ഡാമ്പിംഗ് ഫോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡാമ്പിംഗ് ഫോഴ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. രണ്ടാമത്, ഇതിൻ്റെ റീബോണ്ടിങ് വ്യത്യാസമുണ്ട്. റീബോണ്ടിങ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹമ്പ് ചാടി സസ്പെൻഷൻ കംപ്രസ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ റിട്ടേൺ വളരെ സ്ലോയിലായിരിക്കും. ദാറ്റ് മീൻസ് ഇതിലെ കംപ്രഷൻ വരുന്ന ഫോഴ്സിനെ ഹീറ്റായിട്ട് ഡിസിപ്പേറ്റ് ചെയ്തിട്ടാണ് ഇത് റിട്ടേൺ ചെയ്യുക. ആ ഫോഴ്സ് ഫുള്ള് ഹീറ്റായിട്ട് പോകും, എന്നിട്ട് സസ്പെൻഷൻ പതുക്കെ റിലീസ് ആവുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹമ്പ് ചാടി, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഹമ്പ് ചാടി കഴിഞ്ഞാൽ റിട്ടേൺ വളരെ സ്ലോ ആയിരിക്കും. അപ്പോൾ അകത്ത് തന്നെ നമുക്ക് റീബോണ്ട് ഫീൽ ചെയ്യില്ല. മൂന്നാമത്തെ കാര്യം, ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലൊരു മോട്ടർ വരുന്നുണ്ട്, ഒരു കൺട്രോൾ യൂണിറ്റും വരുന്നുണ്ട്. അതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഓറിഫേസ് കൺട്രോൾ വരുന്നത്, വാൽവ് കൺട്രോളാണ്. ഇതിനകത്തൊരു ഓറിഫേസ് ഉണ്ട്. ഇതിൽ കുറച്ച് ക്ലിക്സ് ഉണ്ട്, ഒരു 26-27 അടുത്ത് ക്ലിക്സ് ഉണ്ട്. ഈ ക്ലിക്സ് നമ്മൾ തിരിക്കുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഓയിൽ ഫ്ലോനെ കൺട്രോൾ ചെയ്യും. അപ്പോൾ ഓയിൽ ഫ്ലോ മാറും തോറും ഇതിൻ്റെ ഡാമ്പിംഗ് ഫോഴ്സ് മാറുകയാണ് ചെയ്യുക. അതാണ് ഇതിൻ്റെ ഉള്ള ടെക്നോളജി ഉള്ളത്. സോ ഇതാണ് നോബ് വരുന്നത്. ഈ നോബ് ഫുള്ള് നമ്മൾ ലെഫ്റ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സസ്പെൻഷൻ സോഫ്റ്റും, റൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സസ്പെൻഷൻ ഹാർഡും ആയിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം ഹാർഡിലിട്ടിട്ട് കാണിച്ചു തരാം. ഇത് ഫുൾ റൈറ്റ് ടേൺ ആയി. ഇനി ഞാൻ സസ്പെൻഷൻ വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹാർഡ് ടു പ്രസ്. മാത്രമല്ല ഇതിൻ്റെ റിട്ടേൺ വളരെ സ്ലോ ആയിരിക്കും. ഓക്കെ, ഇനി ഞാനിത് ലെഫ്റ്റിലേക്ക് മാറ്റുവാണ്, ഫുൾ സോഫ്റ്റിലേക്ക് ഇടുക. ഇപ്പോൾ സസ്പെൻഷൻ സോഫ്റ്റാണ്. ഇനി ഞാനിത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി പ്രസ് ആവും. ഇറ്റ് ഈസ് സോഫ്റ്റ്. മാത്രമല്ല ഇതിൻ്റെ റിട്ടേണിങ് സ്പീഡും കൂടുതലായിരിക്കും. നിങ്ങൾക്കത് ഓക്കെ. എങ്ങനെയാണ് ഈ നോബ് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇതാരാണ് ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യുക? ഇത് ടീനിൻ്റെ റിയർ സസ്പെൻഷനാണ്. ഇതിൽ സൈഡിലാണ് ഓവർഫേസ് വന്നിട്ടുള്ളത്. പല മോഡലിലും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഫ്രണ്ടും ബാക്കും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
ഇങ്ങനെയാണ് അതിൻ്റെ ഡിഫറൻസ് വരിക. കാരണം നമ്മൾ മോഡൽസ് പലതുണ്ടെങ്കിലും ചേസസ് നമ്പർ നോക്കിയിട്ട് മാച്ച് ആവുമെങ്കിൽ മാത്രം നമുക്ക് ടീൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ടീൻ എൻക്വയറി നടത്തുമ്പോൾ ചേസസ് നമ്പർ വേണമെന്ന് പറയുന്നത്. കാരണം ഈ മോട്ടർ പ്ലേസ്മെൻറ്റും അല്ലെങ്കിൽ EDFC കൺട്രോളെല്ലാം നമുക്ക് മാച്ച് ആവുമെന്ന് ചേസസ് നമ്പർ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. സോ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഹമ്പ് ചാടിയാലും ബൗൺസിങ് ഫീൽ ചെയ്യാത്ത ബം സ്റ്റോപ്പർ ഫീച്ചറിനെ പറ്റി കണ്ടു. പിന്നെ ഇതിൻ്റെ ഓവർഫേസ് കൺട്രോളിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ആരാണ് ഇതിൻ്റെ മുകളിലിരുന്നതിനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. ഇത് ടീനിൻ്റെ കൂടെ വരുന്നൊരു മോട്ടറാണ്. ഈ മോട്ടറാണ് ഇതിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്ത് നമ്മൾ വയ്ക്കുന്നത്. ഈ മോട്ടറാണ് ഇതിൻ്റെ ഡാമ്പിംഗ് ഫോഴ്സ് കൺട്രോൾ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഡാമ്പിംഗ് ഫോഴ്സ് കൺട്രോൾ ചെയ്യുക, എപ്പോഴൊക്കെ മോട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണം, അല്ലെങ്കിൽ എത്ര ഡാമ്പിംഗ് ഫോഴ്സ് കൊടുക്കണം എന്ന് വേറൊരു ഹെഡപ്പ് യൂണിറ്റ് നമുക്ക് വരുന്നുണ്ട്. ഈ ഡിവൈസാണ്, ഇതൊരു ഹെഡപ്പ് കൺട്രോൾ യൂണിറ്റാണ്. ഈ യൂണിറ്റിന് ഡിസൈഡ് ചെയ്യാൻ പറ്റും എത്ര സോഫ്റ്റ് ആക്കണം, എത്ര ഹാർഡാക്കണം, ഫ്രണ്ട് സോഫ്റ്റ് ആക്കണോ, ബാക്ക് സോഫ്റ്റ് ആക്കണോ, ബാക്ക് ഹാർഡാക്കണോ, അങ്ങനെയുള്ളത്. അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് 2 പാരാമീറ്ററാണ് ഉള്ളത്. ഒന്ന്, ഇതിനകത്ത് ഗൈറോസ്കോപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വെഹിക്കിൾ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ബാങ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ആക്സിലേറ്റർ ചെയ്യുമ്പോഴും ബ്രേക്ക് ചെയ്യുമ്പോഴും ഇതിന് സെൻസ് ചെയ്യാൻ പറ്റും വണ്ടി ചെരിയുന്നുണ്ട്, അല്ലെങ്കിൽ വണ്ടി മൂവ് ചെയ്യുന്നുണ്ട്, ടേൺ ചെയ്യുന്നുണ്ടെന്ന്. അതിനനുസരിച്ച് ഇപ്പോൾ വണ്ടി നമ്മളിപ്പോൾ സഡൻ ഒരു ഓവർടേക്കിങ്ങോ അല്ലെങ്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെരിയുമ്പോൾ ഇൻസ്റ്റൻറ്റിൽ തന്നെ ഈ സൈഡിലുള്ള മോട്ടറിനെ സോഫ്റ്റും ഹാർഡും എങ്ങനെ ആക്കണം എന്നുള്ളത് ഈ ഡിവൈസാണ് ഡിസൈഡ് ചെയ്യുക. എങ്ങനെയാണ് ഈ ഡിവൈസ് കണക്ട് ചെയ്യുകയെന്ന് വെച്ചാൽ മോട്ടറിൽ നിന്നുള്ള കണക്ഷൻ ഡയറക്റ്റ്ലി വരുന്നത് ഇങ്ങനത്തെ ഒരു യൂണിറ്റിലേക്കാണ്. ഈ യൂണിറ്റിലേക്കാണ് നമ്മൾ പ്ലഗ് ചെയ്ത് വെക്കുക. സോ ഇതിപ്പോൾ റിയർ ആണെന്നുണ്ടെങ്കിൽ 2 മോട്ടറായിരിക്കും ഈ യൂണിറ്റിലേക്ക് കണക്ട് ചെയ്യുക. ഇത് വൈഫൈ കൺട്രോൾഡാണ്. ഇത് ഹെഡപ്പ് യൂണിറ്റായിട്ട് റിമോട്ടിലാണ് കൺട്രോൾ ചെയ്യുക. ദാറ്റ് മീൻസ് നമുക്ക് വേറെ വയറിംഗ് ഒന്നും വരില്ല. പുറകിൽ നിന്ന് സസ്പെൻഷനിൽ നിന്നുള്ള കണക്ഷൻ ഇവിടെ വയർലെസ്ലി കൺട്രോൾ ചെയ്യും. അവിടെ നിന്ന് ഇൻപുട്സ് ഫ്രണ്ട് ഡാഷ്ബോർഡിൽ നമുക്ക് കിട്ടും. സസ്പെൻഷൻ്റെ ഡാമ്പിംഗ് ഫോഴ്സ് ഡിസൈഡ് ചെയ്യുന്ന 2ാമത്തെ പാരാമീറ്റർ വരുന്നത് ഒരു GPS മൊഡ്യൂളാണ്. ഇത് നമ്മൾ വെഹിക്കിളിൽ ഇൻസ്റ്റാൾ ചെയ്യും. ഇത് ടീൻ്റെ തന്നെ അറ്റാച്ച്മെൻറ്റിൽ വരുന്നതാണ്. ഇതുകൊണ്ട് നമുക്ക് വണ്ടിയുടെ സ്പീഡ് എത്രത്തോളം ആണെന്ന് മനസ്സിലാവും. സോ ഇപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്യുകയാണ് എനിക്കൊരു 60 സ്പീഡിൻ്റെ മുകളിൽ ഹാർഡായാൽ മതി, അല്ലെങ്കിൽ ഒരു 80 മുകളിൽ ഹാർഡായാൽ മതി എന്ന് ഞാൻ ഡിസൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് മാനുവലി സെറ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇതിനകത്ത് പ്രീസെറ്റ് കൊടുക്കാം. 60 മുകളിൽ മാത്രം എനിക്ക് സസ്പെൻഷൻ ഹാർഡാക്കിയാൽ മതി, അല്ലെങ്കിൽ എനിക്ക് 100 മുകളിൽ ഹാർഡാക്കിയാൽ മതി എന്ന് ഇതിനകത്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ മോഡ്യൂളിനകത്ത് നമുക്ക് പല പല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത് വർക്ക് ചെയ്യും, മാനുവലി വർക്ക് ചെയ്യും. അതുകൂടാതെ കസ്റ്റം അറേഞ്ച്മെൻ്റായിട്ട് പലതും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ജിംനി സസ്പെൻഷൻ ഇൻസ്റ്റാളേഷൻ്റെ മുമ്പുള്ള ചെറിയൊരു ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് വന്നതാണ്. കാരണം ഇത് എന്താണ് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നോർമലി നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോഴെല്ലാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും എന്താണ് ഡിഫറൻസ് ഉള്ളതെന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്കിതിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഞാനിപ്പോൾ പോകുന്ന ഈ ഒരു സ്പീഡ് ഇപ്പോൾ ഏകദേശം 60ആണ്. എനിക്ക് ഇൻ കേസ് പെട്ടെന്നൊന്ന് കട്ട് ചെയ്ത് കയറണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ സസ്പെൻഷൻ ഇത്ര സോഫ്റ്റ് പോലെ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഇത് ഫീൽ ചെയ്യും. വണ്ടി നല്ലൊരു റോളിംഗ് ഉണ്ട്. ഈ സമയത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇപ്പോൾ ടീൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ മാറ്റം ഈ ഒരു സമയത്ത് ഉണ്ടാവും. പക്ഷേ ഞാൻ സ്ലോയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ആക്ഷൻ നല്ലതാണ്. കാരണം ഹമ്പിലൊക്കെ നമുക്കൊരു ആക്ഷൻ കിട്ടും. പക്ഷേ സ്പീഡിൽ ഇത്ര ഒരു 100 എബോവ് ഒക്കെയാണ് നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ബാങ്കിങ് ഫീൽ വരുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ ഹാൻഡിലിങ്ങിനെ അത് ബാധിക്കും. സോ ഐറ്റംസ് എല്ലാം റെഡിയാണ്, ടെക്നീഷ്യൻസ് ഒക്കെ വെയിറ്റിംഗ് ആണ്. സോ നമ്മൾ വെഹിക്കിൾ ഹാൻഡ് ഓവർ ചെയ്യാണ്. ഇനി നമുക്ക് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. നമ്മളിപ്പോൾ ടെസ്റ്റ് ഡ്രൈവിന് ഇറങ്ങി. അപ്പോൾ അവിടുന്ന് ഫസ്റ്റ് ഹമ്പ് ചാടുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ ഒരു ഡാമ്പിംഗ് ഫോഴ്സ് കൺട്രോളിൻ്റെ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും. അത് കൂടാതെ ഇപ്പോൾ നമ്മളിപ്പോൾ ഹൈവേയിലാണ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഹൈവേയിൽ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ ടേൺ ചെയ്യാൻ നേരത്ത് വെഹിക്കിളിന് ഒരു റോളിംഗ് ഉണ്ടായിരുന്നു. കറൻ്റ്ലി ഇപ്പോൾ അത് കാരണം നമ്മൾ ഇത്ര സ്പീഡിൽ ഇപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് 60 എബോവ് അതിൽ ക്രോസ് ഇറ്റ് ഇപ്പോൾ 60 എബോവിലാണ് ഉള്ളത്. അപ്പോൾ ഈ സമയത്ത് ആ സസ്പെൻഷൻ ഫുള്ള് ഹാർഡായതുകൊണ്ട് തന്നെ ഇപ്പോൾ വണ്ടി ഞാനിപ്പോൾ ഓവർടേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പെട്ടെന്ന് ഞാൻ കട്ട് ചെയ്ത് കയറാനോ ഒന്നും വണ്ടി കൺട്രോളിൽ നിന്ന് പോകില്ല. അത്ര പ്രിസൈസാണ് ഇതിൻ്റെ വർക്കിംഗ് വരാം ടീനിൻ്റെ. ഇതിപ്പോൾ നമ്മുടെ ഫ്രണ്ടിലുള്ളത് ഇനിയിപ്പോൾ ഒരു ഓഫ് റോഡ് ഉണ്ട് ചെറുതായിട്ട്. നമ്മൾ ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു ഒബ്സ്ട്രക്ഷൻ വന്നാൽ
ഈസി ആയിട്ട് കട്ട് ചെയ്ത് പോവാം. പിന്നെ മാത്രമല്ല ഈ ഹമ്പ് നമുക്ക് ഫീൽ ചെയ്യില്ല. വണ്ടിയുടെ അകത്ത് നമ്മളിപ്പോൾ ഹമ്പ് ചാടിയാലും പെട്ടെന്നുള്ള ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. ഇതൊരു മൈൽഡ് ഓഫ് റോഡാണ്, എന്നാലും നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വന്നെന്ന് മാത്രമേ ഉള്ളൂ. സോ ഡ്രാസ്റ്റിക് ഡിഫറൻസ് ആണ് ടീനിൽ വരിക. ഇത് ശരിക്കും നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ ഓടിച്ച് നോക്കിയാൽ മാത്രമേ ശരിക്കും മനസ്സിലാവുള്ളൂ. ടീൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറമേ നിന്ന് കാണുമ്പോഴത്തേക്കും അങ്ങനെ വലിയ ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നും വരാറില്ല. 4x4 ഒക്കെ ഒരു മോഡൽ മാത്രമാണ് ചെറിയ ലിഫ്റ്റ് വരണുള്ളൂ. അല്ല അതൊരു ലിഫ്റ്റ് കിറ്റ് വെച്ചിട്ട് ചെയ്യുന്ന ടൈപ്പ് അല്ല ടീൻ വരിക. നോർമലി OEM സെയിം എങ്ങനെയാണോ അതിനൊരു കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഒരു റിപ്ലേസ്മെൻ്റ് ആണ് ടീനിൽ വരിക. സോ നേരത്തെ നമുക്ക് ഓരോ ഹമ്പ് ചാടുമ്പോഴും ആ ഒരു ഇമ്പാക്റ്റ് ഫീൽ ചെയ്യുമായിരുന്നു അതിൻ്റെ അകത്ത് തന്നെ. പക്ഷേ ഇപ്പോൾ ഓരോ ഹമ്പ് ചാടുന്നതിനുള്ളിൽ സ്റ്റിയറിങ്ങിൽ ശരിക്കും ഫീൽ ചെയ്യും ആ ഒരു ഇമ്പാക്റ്റ്. പക്ഷേ കറൻ്റ്ലി ഇപ്പോൾ നമുക്കത് ഫീൽ ചെയ്യില്ല, കാരണം അതിനകത്ത് മറ്റേ ഡാമ്പിങ് ഫോഴ്സ് കൺട്രോളിൻ്റെ ഇതുള്ളത് കൊണ്ട്. ഇപ്പം നമ്മൾ ഓഫ് റോഡിൽ നിന്ന് ഇപ്പോൾ ഹൈവേയിലേക്ക് ക്രോസ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് സോഫ്റ്റ് നിന്ന് ഹാർഡിലേക്ക് ഓട്ടോമാറ്റിക്കലി മാറണം. അപ്പോൾ ഇതിൽ ഹെഡപ്പ് യൂണിറ്റ് ഉള്ളതുകൊണ്ട് EDFC തന്നെ കൺട്രോൾ ചെയ്തിട്ട് വെഹിക്കിൾ സ്പീഡ് മറ്റേ GPS നിന്ന് എടുത്തിട്ട് സസ്പെൻഷനെ ഹാർഡാക്കുകയാണ് ചെയ്യുക. കറൻ്റ്ലി ഇപ്പോൾ സസ്പെൻഷൻ ഹാർഡാണ്. മോട്ടർ ഫുൾ ടേണിൽ ഇപ്പോൾ ഫുള്ളിലേക്ക് നമ്മൾ എത്രയാണോ സെറ്റ് ചെയ്തേക്കുന്നത് ആ ഒരു മോഡിലേക്ക് അത് വരും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ഇന്ത്യാസ് ഫസ്റ്റ് ടീൻ ഇൻസ്റ്റോൾഡ് ജിംനിയാണ്. ഓട്ടോസ്റ്റാർക്കിൽ ഇനിയും ഇതുപോലത്തെ വ്യത്യസ്തമായ സാധനങ്ങൾ നമ്മൾ കൊണ്ടുവന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും മറക്കണ്ട, ഓട്ടോസ്റ്റാർക്കിൻ്റെ ഇൻസ്റ്റാഗ്രാമിനെ ഫോളോ ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറീസൊക്കെ നോക്കുക, ഓഫേഴ്സൊക്കെ വരുമ്പോൾ നമ്മളിടും. മാത്രമല്ല ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനൊക്കെ നമ്മൾ ഓട്ടോസ്റ്റാർക്കിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഫേസ്ബുക്കിലും ഉണ്ടാവും. യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.